ഹലോ എവ്രി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ രാവിലെ മുതൽ രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. രാവിലെ കുട്ടികളൊക്കെ പറഞ്ഞു വെച്ചതിന് ശേഷം ഞാൻ കുറച്ചും കൂടി കിടന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഒരു ക്ഷീണമൊക്കെ തോന്നുക. പിന്നെയെന്ന് വെച്ചാൽ ഭയങ്കര മഴക്കാറൊക്കെ മൂടിയിട്ട് തന്നെ രാവിലെ തന്നെ മാനസികമായിട്ടൊക്കെ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അത്. അപ്പം പിന്നെ ഞാൻ ഓരോ പണികളൊന്ന് ഒപ്പിച്ച് എടുത്ത ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ എഴുന്നേറ്റ് വന്നതിന് ശേഷം ഞാനും നീനും കൂടി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ദോശയൊക്കെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ മസാല ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ദോശൻ്റെ മാവ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ നമ്മൾ മടിയൊക്കെ തോന്നുന്ന ദിവസം നമുക്കിങ്ങനെ എടുത്ത് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ദോശമാവ് അങ്ങനെ കൂടുതലുണ്ടാക്കി വെച്ചിരുന്നു. ഞാനിപ്പോൾ തടിയൊക്കെ കുറക്കാമെന്ന് വിചാരിച്ചിട്ട് വെള്ളമാണ് കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കുന്നതിൻ്റെ കൂടെ പാൽച്ചായ തന്നെ വേണ്ടിയിരുന്നു. ഇടയ്ക്കെപ്പോഴെങ്കിലും കട്ടൻ ചായയും വലിയ മധുരമൊന്നും ഇടില്ലെങ്കിലും എനിക്ക് ആ ഒരു ചായ നിർബന്ധമായിരുന്നു കേട്ടോ. അപ്പോൾ ചായയൊക്കെ ഒന്ന് ഉപേക്ഷിച്ചിട്ടുണ്ട്. പിന്നെ അതാ ഞാൻ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് അടിച്ചു വാരിയിടുകയാണ്. ഇന്ന് ഫുള്ളായിട്ട് തുടക്കുന്നു അങ്ങനെ ഒന്നുമില്ല, മുറ്റടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്നും കടന്നിട്ടില്ല കേട്ടോ. അകവും സിറ്റ് ഔട്ടൊക്കെ ഒന്ന് അടിച്ചു വാരിയിടുക. കാണുമ്പോൾ നല്ലൊരു വൃത്തിയിലിരിക്കണം, അങ്ങനെയുള്ള ഒരു ഇതിലങ്ങനെ ഒതുക്കി വെക്കുകയാണ് കേട്ടോ. എല്ലാ സംഭവങ്ങളും നമുക്ക് മടിയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വേഗം അടിച്ചു വാരുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാ സാധനങ്ങളൊന്നും ഒതുക്കി വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാറുണ്ട്. പറ്റിങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക അങ്ങനെ ഒന്നുമില്ല. ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അയ്യേന്ന് പറയാത്ത രീതിയിൽ ഒന്ന് വൃത്തിയാക്കി ഇടാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ അതാ എല്ലാ സ്ഥലങ്ങളും ഒന്ന് അടിച്ചു വാരിയതിന് ശേഷം നമുക്ക് ലഞ്ചിനൊക്കെ ഞാൻ തലേ ദിവസം ഉണ്ടാക്കിയ ഫുഡും ബാക്കിയുണ്ട്. അപ്പോൾ പിന്നെ ലഞ്ച് പരിപാടിയൊന്നും നോക്കാനില്ല, അത് കഴിക്കാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം നമുക്കൊരു നിക്കാഹുണ്ട്. ഇവിടെ നമ്മൾ അയൽവാസിയായിരുന്ന ജസ്താത്തൻ്റെയും മുസ്തഫൻ്റെയും മോളെ നിക്കാഹാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോഴേക്കും നല്ല മഴ പെയ്തു കേട്ടോ. ഭയങ്കര മഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴ, എന്നും പെയ്യുന്നതിലും കൂടുതൽ മഴ ഇന്ന് പെയ്തിട്ടുണ്ടായിരുന്നു. നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തോർന്നതിന് ശേഷം ഞങ്ങളിതാ അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ വെച്ചിട്ടാണ് നിക്കാഹ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതാ അവിടേക്ക് പോകുന്ന വഴിയെന്ന് വെച്ചാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള വഴിയാണ്. നല്ല ചെളിയും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു വഴിയാണ് കേട്ടോ. പിന്നെ അതാ നമ്മൾ അവരെ വീട്ടിലേക്ക് എത്തിയപ്പോൾ അതാ മിന്നു നല്ല മൈലാഞ്ചിയൊക്കെ ഇട്ട് അടിപൊളിയായി നിൽക്കുന്നുണ്ട്. ഇത് അവളെ സിസ്റ്ററാണ് കേട്ടോ. അവളെ എൻഗേജ്മെൻറ്റിനായിരുന്നു നമ്മൾ ഇതിന് മുമ്പ് പോയിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ഇതിലുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഞാൻ. പിന്നെ അതാ എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. നിക്കാഹും കാര്യങ്ങളൊക്കെ ആണല്ലോ. അതിൻ്റെ ഇടയിൽ മഴ പെയ്ത് കറണ്ടൊക്കെ പോയി ആകെ ബുദ്ധിമുട്ടായി കേട്ടോ. ആ ഒരു ഇതല്ലാത്ത വേറൊരു പ്രശ്നവും ഉണ്ടായില്ല. അൽഹംദുലില്ലാ റാഹത്തായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നിക്കാഹൊക്കെ. അപ്പോൾ അതാ മിന്നു ഫോട്ടോഷൂട്ടിലാണ് കേട്ടോ. എല്ലാവരും നിൽക്ക് മിന്നു നിൽക്ക് ഫോട്ടോ എടുക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ അതാ ചെക്കൻ വന്നതാണ് കേട്ടോ. വൈകുന്നേരം അരിബിനോട് എടുത്തിട്ടുണ്ട് കേട്ടോ ചെക്കൻ വന്നപ്പോൾ. അപ്പോൾ അതാ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ അതാ നിക്കാഹിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. നിക്കാഹിൻ്റെ മുമ്പായിട്ട് ഇങ്ങനെ ഉസ്താദിൻ്റെ ഒരു പ്രസംഗവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ ഇപ്പോൾ നിക്കാഹാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിക്കാഹൊക്കെ ഏകദേശം കഴിഞ്ഞതിന് ശേഷം അവരുടെ വീട്ടിലത്തെ ആൾക്കാരൊക്കെ വരികയാണ്. അവരെ സ്വീകരിച്ചിരുത്താനിതാ എല്ലാവരും നിൽക്കുന്നുണ്ട്. നല്ല രസം തന്നെയായിരുന്നു കേട്ടോ. മുൻപ് നല്ല മഴ പെയ്തപ്പോൾ ആകെ ഒരു പേടി തോന്നി. കാരണം ആ ഒരു സമയത്തും മഴ പെയ്താൽ എന്താ ചെയ്യുകയെന്ന് വിചാരിച്ചിട്ട്. കാരണം വലിയ പരിപാടി തന്നെയായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു, അവരുടെ ബന്ധുക്കളും അയൽവാസികളുമായിട്ട് ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതാ നമ്മൾ പെണ്ണിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരികയാണ് ചെക്കൻ്റെ അടുത്തേക്ക്.
അങ്ങനെ അത് അവസാനം കേക്ക് കട്ട് ചെയ്യുന്ന ആ ഒരു ചടങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ എല്ലാവരും നിന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് അതൊക്കെ ഇങ്ങനെ കൈമാറുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളതാണ്. മസാല ദോശ ഉണ്ട്, പിന്നെ കോയിൻ പൊറോട്ട ഉണ്ട്, ബിരിയാണി ഉണ്ട് കേട്ടോ. ഞാൻ ബിരിയാണിയാണ് കഴിച്ചിട്ടുള്ളത്. കുട്ടികളൊക്കെ മസാല ദോശ മതി പറഞ്ഞിട്ട് അതാണ് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വാല്യബിളായിട്ടുള്ള കമൻറ്റുകൾ എന്ത് തന്നെ ആയാലും ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.